നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജലമൂറ്റുന്നതിനെതിരെ പെപ്സി കൊക്കക്കോള കമ്പനിക്കുമെതിരെ സമരം ചെയ്തവരാണ് ഇപ്പോൾ ജലമൂറ്റു കമ്പനിയെ ക്ഷണിച്ചു വരുത്തിയതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഭരണത്തിലേറി 8 വർഷം കഴിഞ്ഞിട്ടും ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് കേരളത്തിലേതെന്നും VT ബൽറാം. എലപ്പുള്ളി ബ്രൂവറി സ്ഥാപനത്തിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു നടത്തുന്ന 100 മണിക്കൂർ ഉപവാസ സമരം തുടരുന്നു. ഷൊർണൂർ കല്ലിപ്പാടത്ത് പൊതുസ്ഥലത്ത് സോളാർ വേലി കെട്ടിയ കർഷകന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. സോളാർ വേലി കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയാകുന്നതായി പരാതി. സോളാർ വേലി ഉടൻ നീക്കം ചെയ്യണമെന്നും പാടശേഖരത്തെ രണ്ടായി പിളർന്ന നടപടി ന്യായീകരിക്കാനാവില്ലെന്നും കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി. തിരുവേഗപ്പുറ വെസ്റ്റ് കൈപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. മരണപ്പെട്ടത് വെസ്റ്റ് കൈപ്പുറം സ്വദേശി 72-കാരൻ ഇബ്രാഹിം. വാർത്തകൾ വിശദമായി. ജലമൂറ്റുന്നതിനെതിരെ പെപ്സിക്കും കോള കമ്പനിക്കുമെതിരെ സമരം ചെയ്തവരാണ് ജലമൂറ്റു കമ്പനിയെ ക്ഷണിച്ചു വരുത്തിയതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഭരണത്തിലേറി 8 വർഷം കഴിഞ്ഞിട്ടും ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാത്ത സർക്കാർ കേരളത്തിലാണെന്നും VT ബൽറാം പറഞ്ഞു. എലപ്പുള്ളിയിലെ ബ്രൂവറി സ്ഥാപനത്തിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു നടത്തുന്ന 100 മണിക്കൂർ ഉപവാസത്തിന്റെ 2ാം ദിവസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. സംസ്ഥാനത്തെ തുടർഭരണം കിട്ടിയിട്ടും സ്വന്തമായി വിഭാവനം ചെയ്ത് ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാത്ത ഒരേയൊരു സർക്കാർ കേരളത്തിലേതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതികളെ സ്വന്തം കീശയിലാക്കി പ്രചരിപ്പിക്കുന്ന അല്പത്തമാണ് സർക്കാരും CPM-ഉം കാണിക്കുന്നത്. കേരളത്തിൽ ജലദൗർലഭ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നെല്ലറ എന്ന പേരിൽ അറിയപ്പെടുന്ന പാലക്കാടാണ്. അപകടകരമായ വിധത്തിൽ ഭൂഗർഭ ജലനിരപ്പ് താഴുന്നതും പാലക്കാടാണ്. ഇത്രയധികം ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന പാലക്കാട് തന്നെ ജലമൂറ്റുന്ന ബ്രൂവറി സ്ഥാപിക്കാനുള്ള അനുമതി നൽകാൻ കഴിയുന്നത് മനസാക്ഷി മരവിച്ചവർക്ക് മാത്രമാണ് കഴിയുക. പൊതുപ്രവർത്തകരാണെന്നും അടിസ്ഥാന വർഗത്തിനൊപ്പമാണെന്നും പറയുന്ന മന്ത്രിമാർക്കും CPM-കാർക്കും ഇതെങ്ങനെ സാധിക്കുന്നുവെന്നത് ചിന്തിക്കേണ്ടതാണെന്നും VT ബൽറാം പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യം നേരിടുന്ന ഒരു നാടും ഈ പാലക്കാടാണ്. ഇതാ മാർച്ച് മാസം ആയതേ ഉള്ളൂ. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് അവിടെയും ഇവിടെയും ചില ചാറ്റൽ മഴ, വേനൽ മഴയുടെ രൂപത്തിൽ കടന്നു വന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഈ പന്തലിന്റെ കീഴെ ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇനി ഏപ്രിൽ മാസം കിടക്കുകയാണ്, അതിനുശേഷം മെയ് മാസം കിടക്കുകയാണ്, അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുക. ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കൃഷിക്കാവട്ടെ കുടിവെള്ളത്തിനാവട്ടെ ക്ഷാമം നേരിടുന്ന കേരളത്തിലെ ഒരു ജില്ല അത് പാലക്കാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ ഷോർട്ടേജ് ഉള്ള ജില്ല ഈ പാലക്കാട് ജില്ലയാണ്. ഭൂഗർഭ ജലത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബ്ലോക്കുകളെ ക്രിട്ടിക്കൽ എന്നും സെമി ക്രിട്ടിക്കൽ എന്നും ഒക്കെ തിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ബ്ലോക്കുകളുള്ള ഒരു ജില്ല കേരളത്തിൽ ഈ പാലക്കാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ സെമി ക്രിട്ടിക്കൽ ബ്ലോക്കുകളുള്ള ഒരു ജില്ല അതും ഈ പാലക്കാട് ജില്ലയാണ്. അത്രത്തോളം ജലദൗർലഭ്യം എല്ലാ നിലയ്ക്കും അനുഭവിക്കുന്ന ഒരു നാട്ടിൽ ഈ ജലചൂഷണത്തിന് വേണ്ടിയുള്ള കമ്പനികളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നവന്റെയൊക്കെ മനസ്സ് എത്ര ക്രൂരമാണ് എന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ, വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, KPCC അംഗം നിയാസ്, B ഇക്ബാൽ, C ശിവരാജൻ തുടങ്ങി കർഷക കോൺഗ്രസ് ഭാരവാഹികൾ സംസാരിച്ചു. കോഴിക്കോട്, കൊല്ലം ജില്ലകളിലെ കർഷകരും വിവിധ സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും സമരത്തിന് പിന്തുണയുമായെത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കല്ലിപ്പാടത്ത് പൊതുസ്ഥലത്ത് സോളാർ വേലി കെട്ടിയ കർഷകന്റെ നടപടിയിൽ വൻ പ്രതിഷേധം. കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി നിൽക്കുന്ന സോളാർ വേലി ഉടൻ നീക്കണമെന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ MR മുരളി ആവശ്യപ്പെട്ടു. പാടശേഖരത്തെ രണ്ടായി പിളർന്ന നടപടി ന്യായീകരിക്കാനാവില്ലെന്നും MR മുരളി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ എന്ന കർഷകനാണ് പൊതുസ്ഥലത്ത് സോളാർ വേലി കെട്ടി കാൽനട യാത്രക്കാർക്ക് വഴിതടസ്സം ഉണ്ടാക്കിയിരിക്കുന്നത്. പാടശേഖരത്തിന് കുറുകെ സോളാർ വേലി കെട്ടിയതിനാൽ പാടശേഖരം തന്നെ രണ്ടായി പിളർന്നു കിടക്കുകയാണ്. കൊയ്ത്ത് യന്ത്രവും ട്രാക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതിനു പുറമെ ഉണ്ണികൃഷ്ണന്റെ കൃഷിസ്ഥലത്തിന് ചുറ്റും വലിയ ചാലുകൾ കീറി കൊയ്ത്ത് യന്ത്രത്തിനും ട്രാക്ടറുകൾക്കും പോകുവാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട്. ബന്ധപ്പെട്ട എല്ലാവർക്കും
പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് MR മുരളി സ്ഥലം സന്ദർശിച്ചത്. വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഒന്ന്, നമ്മുടെ ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് നെൽകൃഷി ഏറ്റവും നന്നായി നടക്കുന്നൊരു പ്രദേശമാണ് ഈ കാരക്കാട് കല്ലിപ്പാടം പ്രദേശം. ഈ നെൽപ്പാടം മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഒരു 50 സെൻറ്റ് സ്ഥലം വളച്ചു കെട്ടി തെങ്ങ് വെച്ചും വാഴ വെച്ചും മറ്റു കൃഷി ചെയ്തും പരിസര പ്രദേശത്ത് നന്നായി നെൽകൃഷി ചെയ്യുന്ന ആളുകളെ ബോധപൂർവം ദ്രോഹിക്കുകയാണ്. ഇത് വളരെ കർശനമായിട്ട് നടപടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ബന്ധപ്പെട്ട അധികൃതർ ഇതിൽ കർശനമായിട്ടുള്ള നടപടിയെടുക്കണം, ഇടപെടണം. മറ്റൊന്നിവിടെ വലിയൊരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുനിരത്തിലാണ് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ടുള്ള കമ്പിവേലി കെട്ടിയിട്ടുള്ളത്. വന്യജീവികളെ തടയുന്നതിന് വേണ്ടി സ്വന്തം സ്ഥലത്ത് വൈദ്യുത കമ്പിയൊക്കെ നിയമാനുസൃതം ആർക്കും സ്ഥാപിക്കാം. ഇത് പൊതുവഴിയിലാണ്, സ്കൂൾ കുട്ടികൾ വരെ നടന്നു പോകുന്ന പൊതുവഴിയിൽ കമ്പിവേലി കെട്ടിയിരിക്കുന്നു, അതിലേക്ക് ഷോക്ക് കൊടുത്തിരിക്കുന്നു. ആളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. വളരെ ഗുരുതരമാണ്. വാർഡ് കൗൺസിലർ ലക്ഷ്മണൻ, കർഷക സംഘം നേതാക്കളായ ശ്രീനിവാസൻ, പരമേശ്വരൻ, പാടശേഖര സമിതി സെക്രട്ടറി മുരളീധരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവേഗപ്പുറ വെസ്റ്റ് കൈപ്പുറം ചെറിയ പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. വെസ്റ്റ് കൈപ്പുറം സ്വദേശി പണിക്ക വീട്ടിൽ 72 വയസ്സുള്ള ഇബ്രാഹിമാണ് മരിച്ചത്. റോഡ് സൈഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഇബ്രാഹിമിനെ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ഉടൻ നാട്ടുകാർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി വയോധികനെ ഇടിച്ച ശേഷം അടുത്തുള്ള മതിലിൽ ഇടിച്ചാണ് നിന്നത്. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളശ്ശേരി കുണ്ടളശ്ശേരി തിരുനെല്ലി ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ചെയർമാൻ ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു. എന്ന നാമധേയത്തിൽ അറിയപ്പെടുമ്പോൾ എന്നും തിരുനെല്ലിയും വയനാട് അപ്പുറമുള്ള തിരുനെല്ലി ക്ഷേത്രത്തിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ആ സാന്നിധ്യം തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് ഉള്ളിൽ പോയി ദർശനമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്കും തോന്നിപ്പോവുകയുണ്ടായി. അത്രയും ദൂരം പോയി ഭഗവാനെ കാണുന്നതിലുള്ള പരിപൂർണ തൃപ്തി ഈ ചെറിയ ഇടവഴികളിലൂടെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് വാഹനത്തിൽ വരുമ്പോൾ അതിൻ്റെ മഹത്വം വളരെ കഷ്ടപ്പെട്ട് 41 ദിവസത്തെ വ്രതമെടുത്ത് കുന്നും മലയും താണ്ടി ശബരീശ തിരുനെല്ലി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ജിതേഷ് അധ്യക്ഷത വഹിച്ചു. കേരളശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമാമുരളി, ക്ഷേത്രം പ്രസിഡന്റ് മുണ്ടഞ്ചേരി മോഹൻദാസ്, സെക്രട്ടറി പി രാജേഷ് കുമാർ, കെ ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മദ്ദളവിദ്വാൻ വടക്കുംപാട്ട് രാമൻകുട്ടിയെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളുണ്ടായി. മാർച്ച് 18 മുതൽ 25 വരെയാണ് ഉത്സവം നടക്കുന്നത്. മാർച്ച് 18-നായിരുന്നു കൊടിയേറ്റം. 24-ന് പള്ളിവേട്ട, 25-ന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ഗണപതി ഗണനായകനെ ശിവശങ്കര സന്തതിയേ ഗംഭീരാകൃതിയായൊരു മൂർത്തെ സർവസുമംഗളനേ ശിവ സർവസുമംഗളനേ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഈ മാസം 26-ാം തീയതി ശങ്കരമംഗലം ബോഗൈൻവില്ല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പട്ടാമ്പി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2025-ന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണം പട്ടാമ്പിയിൽ നടന്നു. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മീറ്റ് സംഘടിപ്പിക്കുന്നത് നിലവിലെ സംരംഭകർക്കും പുതിയ വ്യവസായം തുടങ്ങുന്നവർക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി. സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഓരോ ജില്ലകളിലും മണ്ഡലങ്ങളിലും വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിപുലമായ മീറ്റ് നടക്കുന്നത്. നിലവിലുള്ള വ്യവസായികളെയും പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നവർക്കും കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കുന്നതിന് ഈ മീറ്റ് ഏറെ സഹായകരമാകും. വ്യവസായ രംഗത്തെ നൂതന സംരംഭങ്ങളുടെ സാധ്യതയെക്കുറിച്ച് അവബോധം നൽകുന്നതിനുതകുന്ന ശില്പശാലയും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് അനന്തമായ സാധ്യതകളാണിന്നുള്ളത്.
എന്നാൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അനുയോജ്യമായ സംരംഭങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അത് വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്നതിനും സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയേണ്ടതുണ്ടെന്ന് MLA പറഞ്ഞു. നിക്ഷേപകരുമായി സംരംഭകരെയും സ്റ്റാർട്ടപ്പുകളെയും ബന്ധിപ്പിക്കാൻ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന പ്രത്യേക സെഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരും ഈ സംരംഭത്തിൽ പങ്കെടുക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. നമ്മുടെ നാട് വ്യവസായ സൗഹൃദമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും വിശദമായി പറയുകയല്ല. ഇപ്പോൾ ഓൺലൈൻ സംവിധാനം അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് 3.5 വർഷത്തിനുള്ളിൽ ലൈസൻസ് കിട്ടുന്ന രീതിയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു വ്യവസായം ആരംഭിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. നേരത്തെ കേരളം തീരെ വ്യവസായ സൗഹൃദമായിരുന്നില്ല എന്ന് പറയുമ്പോഴും ഇന്ന് കേരളം വളരെ മികച്ച വ്യവസായ സൗഹൃദത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. പൊതുവെയുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ വ്യവസായങ്ങൾ ഈ നാട്ടിൽ വേണം, എന്നാലാണ് ഈ നാട്ടിന് നിലനിൽപ്പുള്ളത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക്ട് വില്യം ജോൺസ്, ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, തഹസിൽദാർ കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 26-ാം തീയതി ശങ്കരമംഗലം ബോഗൻവില്ല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മീറ്റ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കുള്ള വിവിധ ഉപകരണങ്ങളുടെ വിതരണം നടന്നു. UR പ്രദീപ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. അംഗൻവാടി ധാരാളം പ്രയാസം അവിടുത്തെ ജീവനക്കാർ അനുഭവിക്കുന്നത്, അവർക്ക് അവർ പറഞ്ഞാൽ ആവശ്യങ്ങൾ ഇത് നടത്തി കൊടുക്കാം എന്നെല്ലാം മെറിറ്റ് അനുസരിച്ച് അത് മനസ്സിലാക്കി കിട്ടുന്ന പണം കൊണ്ട് ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഇതുപോലെ നമ്മുടെ ഗവൺമെന്റും ഓരോ മേഖലയും ഇപ്പോൾ ഭിന്നശേഷിക്കാർക്ക് അവരുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്ക് ഗവൺമെന്റ് പൊതുജനങ്ങളും ചില കാര്യങ്ങൾ പാലിക്കണം, അവരെ മനുഷ്യരായി പരിഗണിക്കണം, അവർക്കുള്ള സൗകര്യങ്ങൾ നിർബന്ധമായി കിട്ടിയിരിക്കണം എന്നൊരു നിയമം രാജ്യത്ത് ആദ്യമായി നമ്മുടെ കേരളമാണ് ഉണ്ടാക്കിയത്. ആരെയും ചർച്ച ചെയ്യുന്നുണ്ടോ? വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ M ബിന്ദു, യൂസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ BM റഷീദ്, സുലൈമാൻ പടപ്പ്, MP രാധിക, V വത്സല, താജുന്നിസ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശോഭന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിഷുവിന് വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ട് ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 1/2 ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി ഇറക്കി. ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിലാണ് പരിപാലനം. കഴിഞ്ഞ 3 വർഷമായി ഈ സഹകരണ ബാങ്ക് കാർഷിക മേഖലകളിൽ കൂടി മാതൃകാപരമായ ഇടപെടൽ നടത്തിവരികയാണ്. സൗത്ത് പനമണ്ണ മഞ്ഞാളിപ്പടി മേനകത്തു പാടത്താണ് ഈ വർഷം കൃഷി ഇറക്കിയിട്ടുള്ളത്. പ്രദേശത്തെ പാടശേഖര സമിതിയുടെ സഹകരണത്തോടെ 1/2 ഏക്കർ സ്ഥലത്താണ് കൃഷി. വിളവ് മെച്ചപ്പെടുത്താനുള്ള കടുത്ത പരിശ്രമത്തിലാണ് സമിതിയും ജീവനക്കാരും. ജോലി സമയം കഴിഞ്ഞുള്ള ഒഴിവ് ഇടവേളകളിൽ ജീവനക്കാർ പാടത്തെത്തും. കളപറിച്ചും വളമിട്ടും ഇവർ കൃഷിയിടത്തിലുണ്ടാകും. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വിളവ് ബാങ്കിന്റെ പ്രത്യേക കൗണ്ടറിലൂടെ കുറഞ്ഞ നിരക്കിൽ വിപണനം ചെയ്യുകയാണ് പതിവ്. ഈ വർഷവും അതുതന്നെയാണ് ലക്ഷ്യമെന്ന് ഭരണസമിതി അറിയിച്ചു. ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ മഞ്ഞളാടിപ്പടി പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിൽ വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരി 17-ാം തീയതി തുടങ്ങിവെച്ച പച്ചക്കറി കൃഷിയുടെ ശ്രമദാനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷു ആകുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറി വിളവെടുപ്പ് നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മഞ്ഞളാടിപ്പടിയിലെ ഈ പ്രദേശത്ത് ഉള്ള 50 സെൻറ്റ് സ്ഥലത്താണ് പച്ചക്കറി നടത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ബാങ്ക് ഇത്തരം പച്ചക്കറി കൃഷി നടത്തി വരികയാണ്. ഇതിൻ്റെ വിപണനം ബാങ്കിൻ്റെ കൗണ്ടറുകളിൽ കൂടെ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. ബാങ്ക് സെക്രട്ടറി N ലത, പ്രസിഡന്റ് K വിജയകുമാർ, വൈസ് പ്രസിഡന്റ് T സുരേഷ് കുമാർ,
പാടശേഖര സമിതി പ്രസിഡന്റ് PK ജനാർദ്ദനൻ, വാർഡ് കൗൺസിലർ P ശ്രീകുമാർ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരി ഒടുവിൽ ഫൗണ്ടേഷന്റെയും ഒടുവിൽ സ്മാരക വായനശാലയുടെയും നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. തടുക്കശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന വിരുന്നിൽ നിരവധി പേർ പങ്കെടുത്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR സജീവ് അധ്യക്ഷത വഹിച്ചു. സന്തോഷകരമായ പല വാർത്തകളും പുറത്തുവരിക. കഴിഞ്ഞ ദിവസമാണ് ശബരിമലയിൽ പോയ പമ്പയിൽ നിന്ന് കെട്ടിനിറച്ച് ശബരിമല സന്നിധാനത്തിൽ പോയി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ആദ്യമായി വഴിപാട് കഴിച്ചത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ മമ്മൂട്ടിക്ക്, മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മമ്മൂട്ടിക്ക് ആയിരായിരം സൗഖ്യം നേടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ വഴിപാട് കഴിച്ച വാർത്ത പുറത്തു വന്നു. ഏറെ സന്തോഷം നിറഞ്ഞുകൊണ്ടാണ് നമ്മളത് വായിക്കുകയും കേൾക്കുകയും ചെയ്തത്. കേരളത്തിന്റെ ഒരു മതേതര മനസ്സാണത് കാണിക്കുന്നത്. ജയഗോപാൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. പത്മകുമാർ, രാജഗോപാലൻ മാസ്റ്റർ, PP വെങ്കടേശ്വരൻ, കല്ലുവഴി വാസു, സദനം ശ്യാമളൻ, PC ജയരാജ്, മാസ്റ്റർ ശ്രീഹരി, കൃഷ്ണദാസ്, അജിത് മുണ്ടൂർ എന്നിവർ സംസാരിച്ചു. PSC നിയമനം ലഭിച്ച പൊതുപ്രവർത്തകൻ രാമൻകുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. സമൂഹ നോമ്പുതുറയും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ അപകട ഭീഷണിയുണ്ടായിരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്തു. പ്രസ്തുത റോഡിന് ഡ്രൈനേജ് അടക്കമുള്ള സൗകര്യങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. മെയിന്റനൻസ് തുകയിൽ ബാക്കി വന്നത് ഉപയോഗിച്ചാണ് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. പ്രസ്തുത റോഡിൽ ഡ്രൈനേജ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയായി പ്രവൃത്തി ആരംഭിക്കുന്നതിന് കാലതാമസമെടുക്കുന്നതിലാണ് അപകട ഭീഷണി മുൻനിർത്തി ഈ പ്രവൃത്തി അടിയന്തരമായി നടപ്പാക്കിയതെന്നും MLA പറഞ്ഞു. പരിഹരിക്കാനുള്ള ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് നമ്മൾ റണ്ണിംഗ് കോൺട്രാക്ടർ ഇപ്പൊ നിലവിൽ നമ്മളെല്ലാ റോഡുകളും പുതിയ നമ്മുടെ ഗവൺമെന്റിന്റെ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് ബാക്കി തുക കടന്നിരുന്ന ആ തുക എടുത്തിട്ടാണ് താൽക്കാലികമായി ഈ സൈഡ് നമ്മൾ കെട്ടുന്നത്, അത് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വേറെ ഫണ്ട് കൂടി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡ്രെയിനേജ് അടക്കം നമ്മുടെ പുതിയ മാർക്കറ്റ്, അതുപോലെ തന്നെ മുനിസിപ്പൽ ടവറിന്റെ ഭാഗത്തേക്ക് ഡ്രെയിനേജ് അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പരുത്തിപ്പുറ TMS LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി സിജു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക രാധാമണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികൾ മാനേജ്മെന്റ് പ്രതിനിധി സിജു മാസ്റ്റർ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഴവിൽ അഴകിൽ ചേലക്കര അന്തിമഹാകാളൻ വേലമഹോത്സവം. കനത്ത മഴയിലും ആവേശം ചോരാതെ ആയിരങ്ങളാണ് വേലമഹോത്സവത്തിന്റെ ഭാഗമായത്. പ്രൗഢിയോടെ നിറഞ്ഞ ഇണക്കാളകളും വേലകളുടെ സംഗമവും നയന മനോഹരമായി. മാനത്ത് വിസ്മയം തീർത്ത വെടിക്കെട്ട് ഉത്സവപ്രേമികൾക്ക് ആവേശമേകി. നാട്ടിട വഴികൾ താണ്ടി ആർപ്പുവിളികളോടെ അകമ്പടിയോടെ കാവിലെത്തിയ ദേശക്കാളകളുടെ എഴുന്നള്ളത്ത് കാണാൻ വയൽവരമ്പ് നിറഞ്ഞെത്തിയത് ആയിരങ്ങളാണ്. കെട്ടുകാളകളെ ചുമലിലേറ്റി യുവാക്കൾ നൃത്തച്ചുവട് വെച്ചപ്പോൾ പുരപ്പറമ്പിലെ ജനം ആർത്തിരമ്പി. ഒരാണ്ടിന്റെ കാത്തിരിപ്പാണ് സഫലമായത്. ശനിയാഴ്ച പുലർച്ചെ മുതലേ ക്ഷേത്രത്തിൽ തിരക്ക് അനുഭവപ്പെട്ടു. തട്ടകദേശങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ നീണ്ട നിരയുണ്ടായിരുന്നു. ചേലക്കര, തോന്നൂർക്കര, കുറുമല, വെങ്ങാനല്ലൂർ, പങ്ങാരപ്പള്ളി ദേശത്തെ നടക്കാവുകളിൽ നിന്നാരംഭിച്ച വേലകൾ നാട് ചുറ്റി അന്തിമഹാകാളന്റെ കാവ് വട്ടത്തെത്തിയപ്പോൾ ഭക്തരെ ആഹ്ലാദത്തിമിർപ്പിലാക്കി. കാളവരവിനെ കൊഴുപ്പേകിക്കൊണ്ടുള്ള വാദ്യമേളങ്ങളും കലാരൂപങ്ങളും കാഴ്ചകളും കാണികൾക്ക് ഹൃദ്യമായി.
മഴ ആഘോഷത്തിന് മങ്ങലായെങ്കിലും വേലപ്രേമികൾ കൂടുതൽ ആവേശത്തിലായി. വൈകിട്ടോടെ കാവും പരിസരവും ജനങ്ങളാൽ നിറഞ്ഞു. ആനയില്ലാത്ത വേലയ്ക്കു മാറ്റുകൂട്ടുന്നത് ദേശക്കാവുകളിൽ നിന്ന് പുറപ്പെടുന്ന കാളവേലകളാണ്. അർദ്ധരാത്രി കളമായ്ക്കൽ ചടങ്ങിനുശേഷം കാളി ദാരികന്മാരും കോയ്മയും പുറപ്പെട്ട് കാവിലെത്തി തേർത്തട്ടിൽ പ്രദക്ഷിണം നടത്തി. കാളി ദാരിക സംവാദത്തിനുശേഷം ഞായറാഴ്ച ഉച്ചയ്ക്ക് കാളിയുടെ ദാരികാവധം ചടങ്ങ് നടന്നതോടെ വേല സമാപിച്ചു. മഴ കാരണം വെടിക്കെട്ട് പറഞ്ഞ സമയത്ത് നടത്താനായില്ല. രാത്രി വൈകിട്ടാണ് വെടിക്കെട്ട് നടന്നത്. വെടിക്കെട്ടിന് അനുവാദം വാങ്ങിച്ചു നൽകിയ കെ രാധാകൃഷ്ണൻ എംപിക്കും UR പ്രദീപ് MLAയ്ക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പൂരപ്രേമികൾ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ജലമൂറ്റുന്നതിനെതിരെ പെപ്സി കൊക്കക്കോള കമ്പനിക്കുമെതിരെ സമരം ചെയ്തവരാണ് ഇപ്പോൾ ജലമൂറ്റു കമ്പനിയെ ക്ഷണിച്ചു വരുത്തിയതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഭരണത്തിലേറി 8 വർഷം കഴിഞ്ഞിട്ടും ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് കേരളത്തിലേതെന്നും VT ബൽറാം. എലപ്പുള്ളി ബ്രൂവറി സ്ഥാപനത്തിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു നടത്തുന്ന 100 മണിക്കൂർ ഉപവാസ സമരം തുടരുന്നു. ഷൊർണൂർ കല്ലിപ്പാടത്ത് പൊതുസ്ഥലത്ത് സോളാർ വേലി കെട്ടിയ കർഷകന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. സോളാർ വേലി കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഭീഷണിയാകുന്നതായി പരാതി. സോളാർ വേലി ഉടൻ നീക്കം ചെയ്യണമെന്നും പാടശേഖരത്തെ രണ്ടായി പിളർന്ന നടപടി ന്യായീകരിക്കാനാവില്ലെന്നും കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി. തിരുവേഗപ്പുറ വെസ്റ്റ് കൈപ്പുറത്ത് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. മരണപ്പെട്ടത് വെസ്റ്റ് കൈപ്പുറം സ്വദേശി 72-കാരൻ ഇബ്രാഹിം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.